മനുഷ്യ മനസ്സുകളിൽ വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ച് സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിലേക്ക് വിരൽ ചൂണ്ടുന്ന നവീനവും കുലീനവും പരമ്പരാഗതവുമായ നാടകം ഉർവശി തിയേറ്റേഴ്സ് കേളിക്ക് വേണ്ടി സവിനയം സമർപ്പിക്കുന്ന 99ാമത് നാടകം മാനം മറന്ന മേഘം അഥവാ സ്കൈ ഫർഗെറ്റ് ക്ലൗഡ് നാടകം ആരംഭിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയാമടി, ആഴ്ചപ്പിരിവുകാരും മാസപ്പിരിവുകാരും സമയം തെറ്റാതെ വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച. ഈശ്വര, മാസപ്പിരിവുകാരെ എങ്ങനെയും പറഞ്ഞു നിർത്താം, പക്ഷെ മലയാളം അറിയാത്ത അണ്ണാച്ചിമാരെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഭഗവാനെ? എന്തായാലും അവൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വിളിച്ച് കാര്യം പറയാം. അതെ അതെ. കിട്ടുന്നില്ലല്ലോ ഈശ്വര, എന്റെ ഔട്ട് ഗോയിങ്ങും കട്ടായെന്ന് തോന്നുന്നു. 10-20 വർഷമായില്ലേ, ഇനിയിപ്പോ പഴയതുപോലെ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് അറിയോ നിങ്ങൾക്ക്? എന്താ അത്? ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണ്. ദുരന്തങ്ങൾ ഓരോന്നായിട്ട് ഞാൻ മറക്കാൻ ശ്രമിക്കുമ്പോ നീയായിട്ട് എന്നെ അത് ഓർമ്മിപ്പിക്കരുത്. അവിടുന്ന് ദേ നോക്ക്, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് 20 വർഷം തികയുന്നു. അതുകൊണ്ട് തന്നെ ദേ ഇവിടെ നമ്മൾ ലാളിച്ച് വളർത്തിയിരുന്ന കോഴിയുണ്ടല്ലോ, അതിന് ഞാനങ്ങ് കണ്ടിച്ചു. 20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പറ്റിയൊരു കയ്യബദ്ധം. അതിനാ പാവം കോഴി എന്ത് പഠിച്ചടി? ഈശ്വര, പത്രത്തിൽ എന്തെല്ലാമാ വാർത്തകൾ. നിയമസഭ വളയുന്നു. ശരിയായ രീതിയിൽ സിമന്റ് മണലും ചേർത്ത് കാണില്ല, അല്ലെങ്കിൽ ഇത്രയും വലിയ കെട്ടിടം വളയുമോ? അതെ അതെ. നിങ്ങൾ അങ്ങോട്ടാ? എനിക്കിന്ന് പള്ളി വരെ ഒന്ന് പോകണം. പിന്നെ ഇന്ന് ഞാൻ പള്ളിയിൽ പോകുമ്പോ നീയും എന്റെ കൂടെ വരണം. അതെന്താ ഒരിക്കലും ഇല്ലാത്ത പോലെ ഞാനിന്ന് പള്ളി വരണമെന്ന് വലിയ നിർബന്ധം? കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ ചെന്നപ്പോ അച്ഛൻ പ്രത്യേകം എന്നോട് പറഞ്ഞു, എന്ത്? അടുത്ത ആഴ്ച വരുമ്പോ ഒരു കുരിശു കൂടി കൊണ്ടുവരണമെന്ന്. ഇനി മേലാൽ നിങ്ങളെ രാധയുടെ വീട്ടിൽ കയറി പോകരുത്. അതെന്താടി, നീ രാധയും അടുത്ത കൂട്ടുകാരല്ലേ? കൂട്ടുകാരൊക്കെ ശരി തന്നെ, നിങ്ങളെ കുറിച്ച് എന്തെല്ലാം വൃത്തികേടുകളാ ആ രാധയും രമണിയും തമ്മിൽ പറഞ്ഞു ചിരിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതെന്നെ കുറിച്ചാണ് നിനക്കെങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലാവില്ലേ? നാറിയെന്നും തെണ്ടിയെന്നും പട്ടിയെന്നും കഴിവില്ലാത്തതെന്നൊക്കെ വിളിക്കുമ്പോ പിന്നെ എനിക്കറിയില്ല നിങ്ങളെ കുറിച്ചാണെന്ന്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് നിക്ക്, എനിക്ക് ഒരു കൂട്ടം പറയാനുണ്ട്. ഇന്നത്തെ പോലെ മൂക്കറ്റം കുടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്താ നിർത്തിക്കളഞ്ഞത്? നാളിക്കാതെ ബാക്കി കൂടി പറ. നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്റെ വെറുതെ ആടി വാച്ച് പിടിക്കരുത്, ഒരു മൂലയെ വന്ന് കിടന്ന് ഉറങ്ങിക്കോണം പറഞ്ഞേ. നമ്മുടെ മോളെവിടെ? ഒന്നും പറയണ്ട, ദേ മൂടി പൊതച്ച് ഒറ്റ ഉറക്കവാ. മണി 10 എന്നുള്ള ചിന്ത ഉണ്ടോ അവക്ക്? മൂദേവി, ഇവക്ക് ജന്മം കൊടുത്ത സമയത്ത് ഒരു വാഴ നട്ട പോരായിരുന്നോ? രാത്രി 12 മണിക്ക് ആരും വാഴ വെക്കാറില്ല. ഈ വാതിലടച്ചേക്ക്. ആരാന്ന് പറഞ്ഞ നിനക്ക് നല്ലൊരു സമ്മാനം ഞാൻ തരും. ടി വി നന്നാക്കുന്ന സുകുമാരേട്ടൻ അല്ല. എന്നാ പിന്നെ തേങ്ങ വെട്ടാൻ വരുന്ന രായപ്പേണ്ണൻ. എന്നാ പിന്നെ കറക്കാൻ വരുന്ന അണ്ണാച്ചി. പിന്നെ ആരാന്ന് പറയേ? നോക്ക്. ഹായ് രവിയേട്ടൻ. എന്താ രവിയേട്ടൻ താമസിച്ചത്? ഇന്ന് ഞങ്ങളുടെ കോളേജിലെ വാർഷികമായിരുന്നു. മത്സരത്തിൽ ഞാനും പങ്കെടുത്തു. ഹനുമാന്റെ വേഷം കെട്ടിയതിന് എനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ട്. വേഷം കെട്ടാതെ കയറിയിരുന്നെങ്കിൽ രവിയേട്ടന് ഫസ്റ്റ് പ്രൈസ് കിട്ടുമായിരുന്നു. രവിയേട്ടാ, നിനക്ക് സുഖമാണോടി? എനിക്ക് സുഖമാണ്. രവിയേട്ടന് സുഖാണോ? എനിക്ക് സുഖമാണോളെ. രവിടാ, വന്നടാ. ഞാനിപ്പ വന്നേ ഉള്ളൂ. രവിടാ, മേലാൽ നീ ഇവിടെ കാണാൻ ഈ വീട്ടിൽ വന്നു പോകരുത്. അമ്മായി, നിനക്ക് ഇവിടുത്തെ ഫോൺ നമ്പർ അറിഞ്ഞൂടായോ? നീ ഇങ്ങോട്ടൊന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇവിടെ അങ്ങോട്ട് പറഞ്ഞു വിടത്തില്ലേ? കിടന്ന് ബുദ്ധിമുട്ടുന്ന എന്തിന്? പിന്നെ രവി, ഇവിടെ അച്ഛൻ വരാൻ സമയമായി. നീ കിടന്ന് കറങ്ങാതെ വീട്ടിൽ പോകാൻ നോക്ക്. ചെല്ലേ. രാധികേ, നിന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ഈ കുടുംബത്തിന് നല്ലൊരു ചീത്ത പേരുണ്ടാക്കി വെച്ചത് നീ ആയിട്ടില്ലാതാക്കരുത്. കേറി പോടിയകത്ത്. വല്ലാത്ത ദാഹം. ശോശാമേ, കുറച്ച് കഞ്ഞിവെള്ളം ഇങ്ങടുത്തേ. കഞ്ഞി വെച്ചിട്ട് ഇവിടെ 10 ദിവസമായി, പിന്നെ കഞ്ഞിവെള്ളം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തെ വീട്ടിൽ പോയി മുണ്ടിന് മുക്കാനാണെന്ന് പറഞ്ഞ് കുറച്ച് കഞ്ഞിവെള്ളം വാങ്ങി വാ. ആ പേരും പറഞ്ഞ 2 പ്രാവശ്യം ഞാൻ പോയി കുടിച്ചത്. ഇന്ന് ചെല്ലുന്ന ശരിയല്ല. ശോശാമേ, നിനക്ക് ആരാ ഈ ജൂലി? ഓ ജൂലി, അത് അപ്പുറത്തെ ജോണിയുടെ വീട്ടിലെ പട്ടിയാ. എങ്കിലും ആ പട്ടി ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു. 2 ടിക്കറ്റ് കൊടുത്തോണ്ട് ആ തിയേറ്ററിൽ നിൽക്കുന്നത്. നിങ്ങൾ വരുമ്പോ അങ്ങോട്ട് ചെല്ലാൻ. മേലിൽ എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? എന്നെ നിങ്ങൾ തല്ലി അല്ലേ? ഡെയിലി 150 ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കെട്ടുമ്പോ ഒരെണ്ണമെങ്കിലും തിരിച്ചു തരണ്ടേടി. എനിക്കറിയാം, ഞാൻ ആ തെറ്റുകാരി. എല്ലാ ദുഃഖങ്ങളും നിങ്ങൾ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നു? നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ? അതുമല്ലെങ്കിൽ ഈ കൈ കൊണ്ട് എന്നെ 2 തല്ലെങ്കിലും തല്ലിക്കൂടെ? പട്ടിയെ പോലെ തല്ലുന്നോടാ. അതെ, നമ്മളെ മകളെ പഠിപ്പിക്കുന്ന സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ നടന്നു വന്നും അദ്ദേഹം അറിയണ്ട. പറഞ്ഞേ.
നമസ്കാരം. ഇതെന്താ സാറ് പതിവില്ലാതെ നേരത്തെ പഠിപ്പിക്കാനെത്തിയത്? അടുത്ത മാസം എക്സാം തുടങ്ങിയല്ലേ, അതുകൊണ്ട് ധാരാളം പഠിപ്പിക്കാനുണ്ട്. രാധിക എവിടെ? മോളെ നിന്നെ പഠിപ്പിക്കുന്ന സാറ് വന്ന് നിൽക്കുന്നു. ഹായ്, സാറിങ്ങെത്തിയോ? വാ സാറേ, നമുക്ക് റൂമിലേക്ക് പോയി പഠിക്കാം. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സാർ? ഞാൻ അകത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് ഒച്ചയും ബഹളമൊന്നും പാടില്ല. അത് കുട്ടിയുടെ പഠിത്തത്തെ സാരമായി ബാധിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. ഇവിടെ ആരുമില്ലേ? ആരാത്? ശോശാമ്മയുടെ വീട് ഇത് തന്നെ അല്ലേ? അയ്യോ, സുകുമാരൻ സാറ് വരണം സാർ. നിങ്ങൾക്ക് മനസ്സിലായോ ഇദ്ദേഹത്തെ? ഇല്ല. എന്നെ പണ്ട് വീട്ടിൽ വന്ന് ട്യൂഷൻ പഠിപ്പിച്ചോണ്ടിരുന്ന സാറാ. ഒരുപാട് അങ്ങ് വയസ്സായി സാർ ഇപ്പൊ. ശോശാമേ, ഞാൻ ആകെ ദുഃഖത്തില്ല. എന്താ സാർ? എന്റെ ഉള്ളിലെ ഭാരമൊന്ന് ഇറക്കി വയ്ക്കാൻ ഒരിടം. മനസ്സിലായി. പുറകുവശത്ത കക്കൂസ് അങ്ങോട്ട് പോയാട്ടെ. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, വല്ലതും കഴിച്ചിട്ട് പോയാൽ മതി. ശോശാമേ, സാറിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. മനസ്സിലായില്ല? എനിക്ക് രാധിയെ ഒന്ന് കാണണം. ഇല്ല, കാണാൻ പറ്റില്ല. അവളകത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ എനിക്ക് രാധിയെ കണ്ടേ പറ്റൂ. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ അവളെ കല്യാണം കഴിക്കാമെന്ന് അവളുടെ കാമുകളാണ്. ഓഹോ, അത് ശരി. പുറത്ത് കിടക്കണ. എന്താ ഇവിടെ ഒരു ബഹളം? മാന്യമായിട്ട് പഠിപ്പിക്കാനും സമ്മതിക്കില്ലേ? അയ്യോ സാറേ, എന്റെ ചുരിദാർ അങ്ങ് തന്നാൽ സാറിന്റെ ജുബ്ബ അങ്ങ് തരാം. എന്താ കുട്ടികളെ അവിടെ ഒരു ബഹളം? അല്ല സാറേ, മോളെ പഠിപ്പിക്കുന്ന സാറാണല്ലോ എന്ന് കരുതി ഇവൻ അല്പം സ്വാതന്ത്ര്യം കൊടുത്തപ്പോ ഇവൻ കാണിച്ചു വെച്ചിരിക്കുന്ന പണി കണ്ടോ? സാറൊന്ന് നോക്കിയാട്ടെ. ഇതാണോ കാര്യം? എന്തായാലും ഇനി ഇവിടെ നടന്നൊന്നും പുറത്തറിയണ്ട. കുട്ടികളല്ലേ, വിട്ടുകള.